വൈൽഡ് കാർഡുകളുടെ ഇടയിൽ കിടന്ന് പൂണ്ട് വിളയാടുകയാണ് അനീഷ്. വന്ന 5 വൈൽഡ് കാർഡിനോടും മാസ് ഡയലോഗ് അടിച്ച് അവിടെ ഷോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ അനീഷ്. അവിടെ ലൈവിൽ ഇവർക്കൊക്കെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. വന്ന വൈൽഡ് കാർഡുകൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നു. അതിൻ്റെ ഇടയിൽ റെന ഫാത്തിമയും നൂറയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. അപ്പോൾ ഇരുന്ന സീറ്റിൽ നിന്ന് എല്ലാവരും എണീറ്റ് അവരെ സമാധാനിപ്പിക്കാനും ചുറ്റിനും കറങ്ങിയൊക്കെ നടക്കുന്നു. അപ്പോൾ ആദ്യം അനീഷ് സൈഡിലായിട്ടാണ് ഇരുന്നത്, ഒരു മൂലയ്ക്കാണ് ഇരുന്നത്. വേദലക്ഷ്മിയുടെ തൊട്ടടുത്തായിട്ടാണ് ഇരുന്നത്. അതായത് വൈൽഡ് കാർഡുകളെല്ലാം 5 പേര് ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ട് ഇടത് സൈഡിൽ ഏറ്റവും മൂലയ്ക്കാണ് അനീഷ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അനീഷിന് ഇരിക്കാൻ സ്ഥലമില്ല. വേദലക്ഷ്മി അനീഷ് വരുന്നത് നോക്കി സൈഡിലേക്ക് നേരെ ആദ്യം തന്നെ കയറിയിരുന്നു. അപ്പോൾ വേദലക്ഷ്മിയോട് കുറച്ച് നീങ്ങിയിരിക്കാമെന്ന് അനീഷ് ചോദിച്ചപ്പോൾ വേദലക്ഷ്മി പറഞ്ഞു, വേണ്ടത് അപ്പുറ സ്ഥലമുണ്ട്, അവിടെ പോയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ അനീഷ് മാത്രം അവിടെ നിൽക്കും, ബാക്കി എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു, അനീഷ് ഇരിക്കൂ അനീഷ് എന്ന് പറഞ്ഞപ്പോഴത്തേനും അനീഷ് അപ്പുറം പോയി ഇരിക്കാൻ പോകുന്നുണ്ട്. ആ പോണ വഴിക്ക് സെൻട്രൽ എത്തിയപ്പോഴത്തേനും അവരെ തിരിഞ്ഞിട്ടൊരു ഡയലോഗ് പറയുന്നുണ്ട്, എനിക്ക് കാര്യം മനസ്സിലായി, നിങ്ങളെല്ലാവരും എന്നെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുമല്ലേ. എന്തായാലും സന്തോഷമുണ്ട്, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു. കാരണം എല്ലാ സീസണിലും നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനെയാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ പോയി ഇരിക്കുന്നു. അതുമാത്രമല്ല, വന്ന് കയറിയപ്പോൾ തന്നെ ജിഷിനിട്ട് ഒരു കൊട്ട് കൊടുത്താണ്. അത് കഴിഞ്ഞ് ഈ ഗ്രൂപ്പുകൾ തിരിക്കുന്നതിൻ്റെ ഇടയിൽ വേറെയും തഗ് ഡയലോഗുകൾ അടിക്കുന്നുണ്ട് അനീഷ് ഒന്ന് പൂണ്ട് വിളയാടുന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൈൽഡ് കാർഡ് ഏതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക.